അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. എല്ലാ ഭാഗവും കവർ ചെയ്യാൻ പറ്റുമോ അറിയില്ല, എന്നാലും പറ്റാവുന്നത്ര ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഓഹ് എൻ്റെ അമ്മ ഒരാളിരുന്ന് വെടിവെക്കുന്നുണ്ട്, കണ്ടേ? ഓ എൻ്റെ അപ്പ വെടിവെക്കുന്നുണ്ടോ? അപ്പം ഞാൻ ആദ്യം തന്നെ ചായ വെക്കാനാണ് സാധാരണ ചെയ്യൽ. കാരണം എനിക്ക് രാവിലെ തന്നെ ഒരു ഗ്ലാസ് ചായ കുടിക്കണം. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ചായ വെക്കും. മിക്കവാറും അത് കട്ടൻ ചായ തന്നെ ആയിരിക്കും. പക്ഷേ ഇന്നത്തെ ദിവസം നമുക്ക് പാലുണ്ട്, അതുകൊണ്ട് ഇന്ന് പാൽ ചായയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ പാൽ ചായ എല്ലാം ആക്കി കഴിഞ്ഞ് ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിച്ച ശേഷമാണ് ഞാൻ എൻ്റെ ദിവസം തുടങ്ങുന്നത്. അതിന് ശേഷമാണ് ഞാൻ ചായേൻ്റെ കടിയും കാര്യങ്ങളെല്ലാം ആക്കുന്നത്. അപ്പോൾ അതെല്ലാം ആക്കി തിന്നുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ മുരിങ്ങച്ചപ്പ് വറവാക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങച്ചപ്പ് പറിക്കാൻ പോക്കാന്ന്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും എല്ലാ ദിവസവും വീഡിയോ ഇടലുണ്ടെന്ന്. ഇപ്പം നമ്മളെ തറവാട് കണ്ട, അതാണ് നമ്മളെ തറവാട്. ഇത് അമ്മേൻ്റെ വീടാണ്. അപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പത്തിലെല്ലാം നിന്നതാണ്. ചെറുപ്പത്തിൽ മാത്രമല്ല, ഒരു ഡിഗ്രി പഠിക്കുന്ന സമയം വരെ ഞാനിവിടെ നിന്നിട്ടുണ്ട്. ആ സമയം വരെ ഇവിടെ ആളും ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും വേറെ വേറെ വീടെടുത്തിട്ട് പോയി. ഇപ്പോൾ വീടിങ്ങനെ മാത്രമുണ്ട്, പൂട്ടിയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഉള്ളിൽ കയറുമ്പോൾ മിക്കവാറും ഓടെല്ലാം തലക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഉള്ളിലൊന്നും കയറുന്നില്ല. ഇതാണ് നമ്മളെ വീട്. കണ്ട, എന്താ പഴയൊരു അമ്മിയുണ്ട്, അവിടെ ചട്ടിയുണ്ട്, അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോൾ ഒരു തേങ്ങ കിട്ടിയിട്ടുണ്ട്. നോക്കട്ടെ, നല്ല തേങ്ങ കുലുങ്ങുന്നുണ്ട്. അപ്പം ഇതൊന്ന് ഉരിച്ചിട്ട് നമുക്ക് എടുക്കണം. കാടായതുകൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ എങ്ങനെയെങ്കിലും ഇവിടെ തന്നെ വെക്കാം. ഇതേ ഉള്ളൊരു നല്ല വഴി. ആഹാ, കുരുമുളകെല്ലാം വിരിഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടുന്ന് കുരുമുളകെല്ലാം വിരിഞ്ഞിട്ടുണ്ട്. എന്താ ഇവിടെ ഒരു വണ്ണാമ്പലം ഇട്ടിട്ടുണ്ടോ? ഇത് വണ്ണാമ്പല. അപ്പോൾ ഇനി നമ്മൾ മുരിങ്ങയില പറിക്കട്ടെ, എന്നിട്ട് കാണാം. എന്താ നല്ല ഫ്രഷ് ഇലയാണ്. ഇപ്പോൾ കർക്കിടകമെല്ലാം കഴിഞ്ഞ്, കർക്കിടകത്തിൽ ഇത് വറുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പം ചിങ്ങലായല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇതൊന്ന് വറക്കാമെന്ന്. നമ്മൾ കർക്കിടകത്തിൽ തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇത് തിന്നാനുള്ള ഭയങ്കര പൂതിയായിരിക്കും ആ മാസം. അപ്പോൾ എന്തായാലും ഇത് വറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ പറിക്കട്ടെ, എന്നിട്ട് കാണാം. അപ്പോൾ ഞാൻ ഇത്രയും മുരിങ്ങ ചപ്പ് പറിച്ചിട്ടുണ്ട്. എന്തായാലും മുരിങ്ങച്ചപ്പിന് പൂതി തോന്നിയത് കൊണ്ട് 2 തേങ്ങയും കിട്ടി. എന്തായാലും ഈ ചപ്പിൻ്റെ തന്നെ ഇത് തേങ്ങ ഇടാം. നല്ല ചപ്പാട്ടാ, എന്താ നല്ല അടിപൊളി ചപ്പ്. എന്തായാലും ഈ ചപ്പ് ഇപ്പോൾ പറിക്കാൻ വരാൻ തോന്നിയത് കൊണ്ട് ആ തേങ്ങ കിട്ടിയത്. അല്ലെങ്കിൽ എന്താ ചെയ്യാൻ അറിയാം, ഈ തേങ്ങ നമ്മൾ കാണുകയില്ല, നമ്മളങ്ങനെ വന്ന് നോക്കലില്ല. അപ്പോൾ ഈ തേങ്ങ പന്നി തിന്നിട്ട് പോകും. ചേരി ഉരിച്ചിട്ടിട്ടുണ്ടാവും. അപ്പോൾ തേങ്ങ ഉരിച്ചിട്ട് ചേരി ഉണ്ടാവും. ഞാൻ കാണിച്ചു തരാം അങ്ങനെ പന്നി തിന്നത്. കാണിച്ചു തരേ. ഇത് വേണ്ട തേങ്ങ പറിച്ചിട്ടിട്ടാണ്. അപ്പോൾ പന്നി തിന്നിട്ടിട്ടിട്ടുണ്ട. ഇത് എത്ര വൃത്തിയിലാണ് ഉരിച്ചത് കണ്ട, കുഞ്ഞാക്കിയിട്ട് ഉരിച്ചിട്ടിട്ട്. ഇങ്ങനെ ഞാനും അമ്പടും ഊഞ്ഞാലാടുന്നല്ലേ? അപ്പം നമ്മൾ വർക്ക് ഏരിയയിൽ ഊഞ്ഞാൽ കെട്ടിയിട്ടാണ് ഉള്ളത്. വേറെ ഊഞ്ഞാൽ കെട്ട സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വർക്ക് ഏരിയയിൽ ഊഞ്ഞാൽ കെട്ടിയിട്ടുള്ളത്. അമ്പടൂന് ഊഞ്ഞാലാടാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എങ്കിലും ഒറ്റക്കാടൂല അല്ലേ അമ്പടൂ? അപ്പം നമ്മൾ ഊഞ്ഞാലാടുന്നല്ലേ അമ്മൻ്റെ മടിയിലിരുന്നിട്ട്. ഹായ് പറഞ്ഞ. ഹായ്. പേടിയുണ്ട് അമ്പടൂന്? പേടിയുണ്ട് ഇല്ലേ? നമുക്ക് താഴെ ഇറങ്ങാം. നമ്മുടെ ഊഞ്ഞാലിടുന്നുണ്ടേ. അയ്യോ, മുറുക്ക പിടിച്ചേ. അമ്മ വീഴുമ്പോ അമ്മേനെ പിടിക്കണേ. വീഴുമ്പോ അമ്മേനെ രക്ഷപ്പെടുത്തണേ. അമ്മേനെ രക്ഷപ്പെടുത്തണേ. ഇല്ല,
അപ്പോൾ മുരിങ്ങയിലെല്ലാം പറിച്ച് കഴിഞ്ഞ് വന്ന് ഞാനിതാ ചോറിന് തീയെല്ലാം കത്തിച്ച് വെള്ളമെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം ചൂടായിട്ട് അരിയെല്ലാം ഇടും. അത് കഴിഞ്ഞ് ഇതാ ഞാൻ അമ്പുടൂന് പഴം പുഴുങ്ങിയിട്ട് മീൻസ് ചുട്ട് വെച്ചിട്ടുണ്ട്. അടുപ്പിൽ കനലിലിട്ടിട്ട് ചുട്ടിട്ട് വെച്ചതാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാനിത് അമ്പുടൂന് കൊടുക്കും. ഇനി അടുത്തത് മീൻ മുറിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്ന് മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് അയിലയാണ് കിട്ടിയത്. അപ്പോൾ നൈസായിട്ട് ഇതാ ഞാൻ ഡ്രസ്സ് മാറിയിട്ടുണ്ട്, പാത്രമെല്ലാം കഴുകി. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് പാത്രം കഴുകാൻ പോയിനി. പാത്രമെല്ലാം ഒന്ന് കഴുകി വരുമ്പോഴേക്കും ഞാൻ മൊത്തത്തിൽ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ ഡ്രസ്സെല്ലാം ഒന്ന് മാറി. ഇനി ഇതാ മീൻ മുറിക്കാൻ പോക്കാണ്. മീൻ മുറിച്ചുകൊണ്ടിരിക്കലാണ്. ഇനി ഇതാ മൊളേഷ്യനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മൊളേഷ്യൻ വെക്കുന്നതുകൊണ്ട് തേങ്ങ അരക്കേണ്ട പണിയില്ല. എനിക്ക് ഈ തേങ്ങ അരക്കുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു പണി പോലെയാണ് എനിക്ക്. അതുകൊണ്ട് മൊളേഷ്യൻ വെക്കാനാണ് എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടം. ഇതാ കുറച്ച് ഭാഗങ്ങളെടുത്തിട്ട് ഞാനിതാ പൊരിക്കുന്നുണ്ട്. ഇനിയിപ്പം ഞാൻ അതെല്ലാം അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ അടുത്തത് മുരിങ്ങയില വറവാക്കാനുള്ള പരിപാടിയാണ്. അപ്പം മുരിങ്ങയില വറവാക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയാം, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ പ്രിപ്പറേഷൻസിനെ പറ്റിയൊന്നും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇനിയെല്ലാം ഞാൻ ഇത് ഇങ്ങനെ വഴിയേ ഉണ്ടാക്കുകയെന്ന്. അപ്പം മുരിങ്ങയില വറവെല്ലാക്കി കഴിഞ്ഞ ശേഷം ഞാനിതാ അയില മൊളേഷ്യൻ വെക്കാൻ പോക്കാന്ന്. അപ്പോൾ അതിന് വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട്. ഉലുവ വേണമെന്നുള്ളവർ മാത്രം ഇട്ടാൽ മതി. എനിക്ക് ഉലുവേൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ മീൻകറിയിൽ ഉലുവ ഇടുന്നത്. പിന്നെ ഇത് അതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ടിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് ഇതാ തക്കാളി ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാൻ അടുപ്പ് വെച്ച് അടക്കുന്നുണ്ട്. അടച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും. പിന്നെ ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് നല്ലോണം വാട്ടുന്നത്. പിന്നെ അതിൻ്റെ അകത്തേക്ക് കുറച്ച് പുളി പിഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കും. പുളി നമ്മൾ സാധാരണയായിട്ട് നമ്മളെ വീട്ടിൽ വാളൻപുളിയാണ് ഉപയോഗിക്കൽ. മറ്റേ കുടംപുളീൻ്റെ ടേസ്റ്റൊന്നും എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ വാളൻപുളി തന്നെ ഇടൽ. എന്നിട്ട് പുളിയും കൂടി ഇട്ട ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കും. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് ഞാൻ ആ മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കും. അപ്പോൾ പെട്ടെന്ന് വേകുന്ന മീനാണെങ്കിൽ കുറച്ച് ലേറ്റായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി വേവ് കൂടുതലുള്ള മീനാണെങ്കിൽ കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നതിൽ കൊണ്ട് പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് ഒരു തിളയെല്ലാം തിളച്ച് കഴിഞ്ഞ ശേഷം ഞാൻ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കും. അപ്പോൾ എനിക്ക് ഒരുപാട് കറിവേപ്പില ഇടുന്നത് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറേ കറിവേപ്പില ഇട്ട് കൊടുക്കും. അപ്പോൾ അതെല്ലാം ആയ ശേഷമാണ് ഞാൻ എൻ്റെ ആങ്ങളെൻ്റെ ഭാര്യയും കുട്ടിയെല്ലാം വന്നത്. അപ്പോൾ 3-4 മാസത്തിന് ശേഷമാണ് അവർ വരുന്നത്, അവരെ കാണുന്നതും. അപ്പോൾ അതുകൊണ്ട് അതിന് ശേഷമുള്ള പിന്നെ ഒരു വീഡിയോ എടുപ്പ് എനിക്ക് നടന്നിട്ടില്ല. ഞാൻ ഇവരെ കൂട്ടത്തിൽ അങ്ങനെ സമയം ചിലവഴിച്ച് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ഇവരെ കൂടെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. എൻ്റെ വീടെന്ന് പറയുന്നത് അച്ഛനും അമ്മയെല്ലാം താമസിക്കുന്ന വീട്ടിലേക്കാണ്. ആ സമയത്താണ് നമ്മളെ DYFI പ്രവർത്തകർ അച്ചാർ ചാലഞ്ചുമായിട്ട് വന്നത്. അപ്പോൾ 100 രൂപയാണ് ഈ അച്ചാറിന്. അപ്പോൾ ഞാനൊരു നാരങ്ങ അച്ചാർ വാങ്ങി. അപ്പോൾ വയനാട്ടിൽ കൈത്താങ് എന്നുള്ള രീതിയിലാണ് അവരത് വിൽപ്പന ചെയ്യുന്നത്. അങ്ങനെ ഞാനത് ഒരെണ്ണം വാങ്ങിയിട്ട് അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ചെറിയൊരു കേക്ക് മുറിയാക്കി. കാരണം അച്ഛൻ്റെ പിറന്നാളാണ്. ആങ്ങളെ വരുമ്പോൾ കേക്കെല്ലാം വാങ്ങിയിട്ടാണ് വന്നത്. അപ്പോൾ ഒന്നും പ്രതീക്ഷിക്കാണ്ട് നടത്തിയൊരു ചെറിയൊരു കേക്ക് മുറിയാണ്. അപ്പോൾ അച്ഛനും 3 കൊച്ചുമക്കളും കൂടിയിട്ട് കേക്ക് മുറിയും പരിപാടിയെല്ലാം ആക്കി. പിന്നെ പരിപാടി എന്ന് പറയുന്നത് അങ്ങനെ വലിയ പരിപാടി നല്ലൊരു കേക്ക് മുറി മാത്രമേ ആക്കിയെന്നേ ഉള്ളൂ.
പിന്നെ ഞാൻ ഒരു ചെറിയൊരു കലത്തപ്പാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ആക്കണമെന്ന് വിചാരിക്കുന്നതാണ്. അപ്പോൾ എനിക്കറിയുന്നുണ്ടായിട്ടില്ല. ഞാനങ്ങനെ കുക്കറിൽ ഞാൻ കലത്തപ്പം ഒന്ന് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഭാഗ്യവശാൽ അത് പെർഫെക്റ്റായിട്ട് വന്നു. അപ്പോൾ ഇത് ശരിയാവുമോ ഇല്ലയോ എന്നൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല. പിന്നെ ലാസ്റ്റ് ഘട്ടത്തിൽ ആയ ശേഷമാണ് ഞാൻ പിന്നെ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും അപ്പക്കാരൊന്നും ഇടാണ്ട് തന്നെ നല്ല ആരെല്ലാം അപ്പോൾ ഇതിൻ്റെ അടിഭാഗം കുറച്ച് കരിഞ്ഞു പോയിനി. അപ്പോൾ കരിഞ്ഞെന്ന് വെച്ചാൽ അങ്ങനെ ഒരു കയക്കുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് കരിഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേങ്കിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ ആ ചൂടോടെ തന്നെ എനിക്കിത് കണ്ടിട്ടൊരു ക്ഷമയിലായിട്ട് ഞാൻ ചൂടോടെ തന്നെ ഒന്ന് മുറിച്ച് നോക്കി. അപ്പോൾ കൈ പൊള്ളിയുന്നുണ്ട് സത്യം പറഞ്ഞാൽ. എന്നിട്ട് ഞാൻ ആ ചൂടോടെ തന്നെ ഞാൻ കഴിച്ച് നോക്കി. പക്ഷേങ്കിൽ പിറ്റേത്തെ ദിവസത്തേക്കാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുക ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ചൂടോടെ തന്നെ നമുക്ക് കിട്ടില്ല. പക്ഷേ എനിക്ക് ഇതിൻ്റെ അകത്ത് ആര് വരുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. കാരണം എനിക്കിതാക്കാനും അറിയില്ല. അങ്ങനെ ഒരു ഇതിൽ അങ്ങനെ ആക്കിയതാണ്. അപ്പോൾ ആരെല്ലാം വന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ശരിക്കും നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ. നമ്മളെന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റംസ് നമ്മൾ പരീക്ഷിക്കുമ്പോൾ അത് സക്സസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ വേറൊരാൾ കൂടിയിട്ട് ഇത് കുഴപ്പമില്ല അടിപൊളിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് അതിലും ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ ഞാനിത് മുറിച്ചിട്ട് കണ്ട നല്ല ആരെല്ലാം വീണ് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് തിന്നുന്നുണ്ട്. കാരണം അപ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ മാതിരി എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാനാണ് വീഡിയോ എടുത്തത്. പക്ഷേങ്കിൽ അത് ഒന്ന് വിചാരിച്ച പോലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. 100% പാളിപ്പോയൊരു ഡേ ഇൻ മൈ ലൈഫ് നിങ്ങളെ മുന്നിലേക്ക് ഇട്ട് തരുമ്പോൾ എല്ലാവരും ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി പറ്റുന്ന ഒരു ദിവസം ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.